നമ്മുടെ അനുമോളുടെ PR വർക്ക് അതാണ് ഏറ്റവും മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ PR വർക്ക് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ പലരും പറയുന്നുണ്ട് അവർക്കൊക്കെ PR ഉണ്ടെന്ന്. പിന്നെ ഈ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് PR വർക്കുണ്ട്, ലാലേട്ട് അക്ബറിൻ്റെ അടുത്ത് അക്ബറിനുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് PR വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഈ 10 ലക്ഷം കൊടുത്താലും 1 ലക്ഷം രൂപ കൊടുത്താലും 1000 രൂപ കൊടുത്താലും PR വർക്ക് തന്നെയാണ് അല്ലേ? ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് അതുകൊണ്ട് മറിയണമെന്നില്ല PR വർക്ക്. ഇപ്പം തന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് സപ്പോർട്ട് കൂടുതലാണ്. അതാണ് PRൻ്റെ പേര് പറഞ്ഞ് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് PR ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, അതിന് പുറമെ നല്ല സപ്പോർട്ടുണ്ട്. ഈവൻ എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഈ PR വർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുപോലെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ അനുമോളുടെ PR വർക്കിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അവരുള്ളിൽ കാണുന്ന ഈ ബിഗ് ബോസ് ഷോ മാത്രമാണ്. അതിൽ അനുമോളെ എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സിമ്പതി ആർക്കും ഒരു അനുമോൾക്ക് വരും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അനുമോളെയാണ് ഇഷ്ടം. പേഴ്സണലി എനിക്ക് വേറൊരാളായിരുന്നു ഇഷ്ടം, പക്ഷേ എനിക്കിപ്പോൾ അനുമോളെയാണ് ഇഷ്ടം. കാരണം ഒരു കാരണമില്ലാതെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ആണെങ്കിൽ ഈ അനുമോളെ സ്റ്റാർ മാജിക്ക് കണ്ടൊക്കെ തന്നെ ഇഷ്ടമാണ്. അപ്പം ഓൾറെഡി ഒരു ഇഷ്ടം എല്ലാവർക്കും അനുമോളടുത്ത് ഉണ്ട്. അപ്പോൾ ഈ PR വർക്ക് കൊണ്ട് മാത്രമല്ല അനുമോൾ അത്രയും ദിവസം അവിടെ നിന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്തോ പോലെ, നമ്മൾ വോട്ടിടണം, നമുക്ക് എന്തോ പോലെ. നമ്മൾ വോട്ടിടുന്നുണ്ട്. എൻ്റെ അമ്മയൊക്കെ 49 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് എനിക്ക് വോട്ടിടണമെന്ന് പറഞ്ഞ് റീചാർജ് ചെയ്ത് കൊടുത്ത് അനുമോൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അവരാരും ഒരു PRും കണ്ടിട്ടല്ല, ആരുടെയും PR വർക്ക് കണ്ടിട്ടല്ല അവരാരും വോട്ടിടുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരായ കുറച്ച് മനുഷ്യരുണ്ട് അനുമോളെ സ്നേഹിക്കണം. റീ എൻട്രി എന്ന് പറഞ്ഞ് കുറേ ചവറുകൾ വന്ന് കിടക്കണം. എനിക്ക് അപ്പോൾ എന്തോന്ന് കട്ടിഷ് കാണിച്ചുകൊണ്ടിരിക്കുന്ന. സാധാരണ കഴിഞ്ഞ സീസൺസിലൊക്കെ ഈ റീ എൻട്രി പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇത് വന്നിട്ട് അമ്മോ അവർ വീണ്ടും ഗെയിം കളിക്കാൻ വന്നതാണ് എന്ന് തോന്നിപ്പോൾ അവരെല്ലാവരും മെയിനായിട്ട് അനുമോളെ ടാർഗറ്റ്. അപ്പോൾ ഇപ്പോൾ അനുമോൾ കപ്പെടുത്താലും അനീഷ് കപ്പെടുത്താലും നമുക്കൊന്നുമില്ല. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊരു അഡിക്ഷൻ പോലെയാണ്. അപ്പോൾ അതിലെനിക്ക് ഈ ആദിലെന്ന് പറയുമ്പോൾ പോയിട്ട് ആര്യനാണ് നിന്നിരുന്നെങ്കിലും നല്ലൊരു ഗെയിമറായിരുന്നു. ആര്യനെയൊക്കെ പിടിച്ച് പുറത്താക്കി ഇതിനെയൊക്കെ എന്തിനാണ് അകത്തിട്ടിരിക്കണം. ഇനി ആദിലെയും നൂറിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ കുറച്ച് കാര്യങ്ങൾ കണ്ടും കേട്ടോ എനിക്ക് ആ ഒരു ഇഷ്ടം പോയി കിട്ടും. പിന്നെ അനുമോളെയാണ് എല്ലാം പെർഫെക്റ്റ്. അനുമോൾ ഭയങ്കര ഇതാണ് എന്ന് ഞാൻ പറയില്ല. ആളുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ എപ്പോഴേക്ക് ഈ പുറമേ നിന്ന് കാണുന്നവർക്ക് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നുന്നുണ്ട്. ഇനി അനുമോളെ PRനെ കുറിച്ച് സംസാരിച്ചത് ആരെങ്കിലും പൊങ്കാലിടാന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ നൈസ് ഞാൻ കിട്ടും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ.